തൃശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പോസ്റ്ററുകൾ നശിപ്പിച്ച സിപിഎം പ്രവർത്തകരാണ് ഇവർ എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം ഇരിങ്ങപ്പുറത്ത് രാത്രിയോടെയായിരുന്നു ഈ സംഭവം ചോദ്യം ചെയ്ത ബിജെപി പ്രവർത്തകന് സിപിഎം പ്രവർത്തകരിൽ നിന്ന് ക്രൂരമായി മർദ്ദനമേൽക്കുകയും ചെയ്തു. ബിജെപി ഗുരുവായൂർ ഏരിയ ജനറൽ സെക്രട്ടറി പ്രദീപ് പണിക്കശ്ശേരിയെയാണ് സിപിഎം പ്രവർത്തകർ ചേർന്ന് മർദ്ദിച്ചതെന്നാണ് വിവരങ്ങൾ. പോസ്റ്റർ നശിപ്പിക്കുന്നതിന്റെയും ബിജെപി പ്രവർത്തകനെ മർദ്ദിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. മദ്യപിച്ചെത്തിയ സിപിഎം നേതാവ് പോസ്റ്ററുകൾ ഓരോന്നായി വലിച്ചു കീറുകയായിരുന്നു. ഇരിങ്ങാപ്പുറം മുൻ കൌൺസിലർ ഷാനിലിന്റെ സഹോദരിയുടെ മകൻ കൂടിയാണ് നേതാവ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പോസ്റ്റർ നശിപ്പിക്കുന്നതിനെ ചോദ്യം ചെയ്തതോടെ നേതാവും കൂട്ടാളിയും ചേർന്ന് ബിജെപി പ്രവർത്തകനെ റോഡിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും അസഭ്യം പറയുകയുമായിരുന്നു. പരിക്കേറ്റ പ്രദീപിനെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായാണ് വിവരങ്ങൾ. തിരഞ്ഞെടുപ്പ് ചൂടുകൂടുമ്പോൾ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ പലപ്പോഴും പതിവ് കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് ആവേശം പ്രവർത്തകരുടെ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞു എന്നതിന്റെ തെളിവുകളായിട്ടാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, തൃശൂരിലെ സ്ഥാനാർത്ഥി ആരാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ഏറെ വിവാദങ്ങളിൽ സുരേഷ് ഗോപിയെ വലിച്ചിഴച്ച് സംഘർഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ തനിക്ക് നേരെ വന്ന ഓരോ ആരോപണത്തെയും സമചിത്തതയോടെ നേരിടുകയായിരുന്നു സുരേഷ് ഗോപി. തൃശൂർ ജില്ലയിലെ മുസ്ലിം പള്ളികൾ സന്ദർശിക്കാനുള്ള അവസരം പോലും അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, റംസാൻ നോമ്പ് തുറക്കാനുള്ള അവസരം വരെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇരിങ്ങാലക്കുടയിലെ കട്ടുങ്ങാച്ചിറ ജുമാ മസ്ജിദ് പള്ളിയിൽ സന്ദർശനം നടത്തിയ സുരേഷ് ഗോപിയുടെ വീഡിയോ ഇപ്പോൾ വൈറലായി പ്രചരിക്കുകയാണ്. ക്രിസ്ത്യൻ പള്ളികളിൽ മാത്രമേ സുരേഷ് ഗോപി പോകൂ, മുസ്ലിം പള്ളികളിൽ സുരേഷ് ഗോപി പോകില്ല എന്ന ചിലരുടെ വ്യാജ പ്രചരണം തകർത്തെറിയുകയാണ് സുരേഷ് ഗോപി. പിന്തുണയ്ക്കണം, എന്തായാലും ദ്രോഹമാവില്ല. തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാൻ തൃശൂരിന്റെ മാത്രം MP ആയി ഇരിക്കില്ല, കേരളത്തിന്റെ മുഴുവൻ കാര്യം നോക്കുന്ന തൃശൂരിന്റെ MP ആയിരിക്കും എന്നാണ് അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം. വികസനത്തിന്റെ കാര്യത്തിൽ ജാതി ഇല്ലാത്തവർക്കും ഉള്ളവർക്കുമായി തുല്യമായി പങ്കുവയ്ക്കാവുന്ന വികസനത്തിനു വേണ്ടി താൻ നിൽക്കും. പ്രീണനമില്ല, അന്ന് ഞാൻ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കും. സുരേഷ് ഗോപി മതപണ്ഡിതനോട് പറഞ്ഞ വാക്കുകളാണത്. കാരയ്ക്കും വെള്ളവും കൊടുത്താണ് കഴിഞ്ഞ ദിവസം മുസ്ലിം പള്ളി സന്ദർശിച്ച സുരേഷ് ഗോപി മതപണ്ഡിതൻ സ്വീകരിച്ചത്. സുരേഷ് ഗോപിയും മതപണ്ഡിതന് എല്ലാവിധ ആദരവും നൽകിയാണ് പെരുമാറിയത്. സപ്തഭാഷാ സംഗമ ഭൂമിയാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന സ്ഥാനാർത്ഥിയാണ് BJPയുടെ ML അശ്വിനി. ഇവരും അവിടെ മുസ്ലിങ്ങൾ ബിസിനസ് നടത്തുന്ന മാർക്കറ്റുകളിലും മുസ്ലിം പള്ളികളിലും സന്ദർശിക്കുകയാണ്. പരമാവധി വോട്ടർമാരെ ജാതിമത വ്യത്യാസമില്ലാതെ കണ്ടുമുട്ടാനുള്ള ശ്രമത്തിലാണ് ML അശ്വിനി. കാസർഗോഡ് ജുമാ മസ്ജിദിൽ സന്ദർശനം നടത്തി അവിടുത്തെ മുസ്ലിം മതപണ്ഡിതനോടും മറ്റു കമ്മിറ്റി അംഗങ്ങളോടും വോട്ട് ചോദിക്കുന്ന ML അശ്വിനിയുടെ വീഡിയോയും വൈറലാണ്. എന്തായാലും BJP പ്രവർത്തകർ മുസ്ലിം വിഭാഗത്തിലുള്ള മാറ്റി നിർത്തുന്നു എന്ന ആ ഒരു വിമർശനം കൂടി ഇത്തവണ തൃശൂരിൽ സുരേഷ് ഗോപി മാറ്റി മറിക്കുകയാണ്. ഇത്തരത്തിൽ ജനസമ്മതി അദ്ദേഹം ആർജിക്കുമ്പോൾ പലർക്കും ഇങ്ങനെ അദ്ദേഹത്തോട് ദേഷ്യമുണ്ടാകുന്നു, അദ്ദേഹത്തിന്റെ പോസ്റ്ററുകൾ വലിച്ചു കീറുന്നു എന്ന കാര്യത്തിൽ അത്ഭുതപ്പെടാനില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ BJP പ്രവർത്തകർ വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.